ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ ആൽവിൻ എം ബിനോയ്, കാൽവരി ബാപ്റ്റിസ്റ്റ് ആലുവയിലെ ഒരു സഭാംഗമാണ്. ജേണി ത്രൂ ദ സാംസിന്റെ 76-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം 47-ാം സങ്കീർത്തനമാണ്. 47-ാം സങ്കീർത്തനം നാം ധ്യാനിക്കുമ്പോൾ ദൈവമക്കളായ നമുക്ക് ഏറെ പ്രത്യാശയും ദൈവസന്നിധിയിൽ ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഏറെ പ്രചോദനം നൽകുന്ന സങ്കീർത്തനം കൂടിയാണ് ഈ സങ്കീർത്തനം. ഗോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ എല്ലാ ജാതികളോടും ദൈവത്തോട് കൈകൊട്ടി ജയഘോഷത്തോടെ ആർക്കുവാനാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. താഴോട്ട് നാം വായിക്കുമ്പോൾ അങ്ങനെ ആർത്ത് ഘോഷിക്കുവാൻ ഈ വലിയവനായ ദൈവത്തിന് ചില വലിയ പ്രത്യേകതകളും കാണുവാനായിട്ട് കഴിയും. അതായത് 2-ാം വാക്യത്തിൽ അത്യുന്നതനായ യഹോവ ഭയങ്കരനെന്നും ഈ ദൈവം സർവഭൂമിക്ക് രാജാവെന്നും, 3-ാം വാക്യത്തിലാകട്ടെ സകല ജാതികളെയും വംശങ്ങളെയും തന്റെ കാൽ കീഴിലാക്കുന്ന ശക്തനായ ദൈവമെന്നും, അങ്ങനെ വിവിധ കാരണങ്ങൾ സങ്കീർത്തനക്കാരൻ നിരത്തുന്നത് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ ധ്യാനിക്കുവാൻ കഴിയുന്നു. എന്നാൽ ദൈവകുഞ്ഞുങ്ങളായ നമുക്ക് ഏറെ പ്രത്യാശയും ദൈവസന്നിധിയിൽ ഏറെ ബലവും തരുന്നത് എന്ന് ആദ്യം പറയാൻ കാരണം 4 മുതൽ 9-ാം വാക്യം വരെ നാം ചിന്തിക്കുമ്പോൾ അവ നമുക്ക് ഒരവകാശം തിരഞ്ഞെടുത്തു തന്നു. നമ്മുടെ ദൈവമായ കർത്താവ് കാഹളം ധ്വനിക്കുമ്പോൾ സർവഭൂമിക്കും രാജാവായി അവൻ വീണ്ടും വരും. മാത്രമല്ല, തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നതും ദൈവമക്കളായ നാം സ്വന്തം കണ്ണാൽ കാണുന്ന ഒരു ദിവസം വിദൂരമല്ല എന്നുള്ള പ്രത്യാശ ഈ സങ്കീർത്തനം നമുക്ക് തരുന്നു. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരനോട് ചേർന്നും ഏറ്റവും ശക്തിയോടും ബലത്തോടെ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തുതി പാടുവിൻ, സ്തുതി പാടുവിൻ, നമ്മുടെ രാജാവിന് സ്തുതി പാടുവിൻ, സ്തുതി പാടുവിൻ എന്ന് ഉച്ചത്തിൽ ചേർന്ന് പാടാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനും പരിശുദ്ധനുമായ അടിയങ്ങൾ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഈ നൽകിയ നല്ല സമയത്തിനെ ഓർത്ത് അടിയങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ച ഈ 47-ാം സങ്കീർത്തനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാനും തക്കവണ്ണം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയ്ക്ക് യോഗ്യമാവണ്ണം നടപ്പാനും അങ്ങയെ സ്തുതിപ്പാനും അങ്ങേ ഭയഭക്തിയോടെ സ്തുതിച്ച് ആരാധിപ്പാനും അങ്ങ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥന എനിക്ക് ജീവൻ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.